നമസ്കാരം എല്ലാ കുട്ടികൾക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇങ്ങനത്തെ ഡേറ്റ നിങ്ങൾക്ക് മറ്റുള്ള ചാനലിൽ നിന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്കിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളതാണ്. ഇതേപോലത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ മീൻസ് നിങ്ങൾ കുട്ടികളുടെ മനോഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളോട്ട് എത്തിക്കും. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. ക്ലാസ്സസ്, നോട്ടിഫിക്കേഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് അതാത് സമയത്ത് കിട്ടും. NDA 2 കുറിച്ചാണ് നമ്മുടെ ഈ വർഷത്തെ കാര്യം. അതിൻ്റെ ഡീറ്റെയിൽസ് അല്ല പറയാൻ പോകുന്നത്. അത് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുകയാണ്. അത് പഴയ മീൻസ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നേക്കുന്ന റിസൾട്ടും പ്രകാരം നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഡിസ്കസ് ചെയ്യേണ്ടത്, മീൻസ് അസസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ NDA 2 കുറിച്ചുള്ള എല്ലാം ആപ്ലിക്കേഷൻ അയക്കേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടൈം ആയിട്ടില്ല നിങ്ങളോട്ട് എത്തിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്തേക്കാണ്. ഉടൻ തന്നെ അതിൻ്റെ ഡേറ്റാസ് മീൻസ് NDA 2 ആപ്ലിക്കേഷന് എല്ലാ കാര്യങ്ങളും നമ്മൾ വന്ന് പറയും. കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ക്ലാസ്സസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. NDAക്ക് മാത്രമായിട്ടുള്ള നോട്ട്സും ക്ലാസ്സും ഉണ്ട്. കാരണം അത് സെപ്പറേറ്റ് കുറേ ടോപ്പിക്സ് എക്സ്ട്രാ ഉണ്ട്. എല്ലാം കൂടെ ഉൾപ്പെടുന്ന ക്ലാസ് കിട്ടും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാത്സിനെ അതിന് മറ്റുള്ള സബ്ജക്റ്റിനെയും അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ ഉള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡേറ്റ. ഇത് കണ്ടാൽ എളുപ്പം നമുക്ക് പിടികിട്ടില്ല, കാരണം ഇത് ആരുമേ അറിഞ്ഞിട്ടുമില്ല ഇതെന്തായിരുന്നു എന്നുള്ളത് അല്ലേ. NDA 2 2023, നമ്മളിപ്പോൾ 24 ആണേ. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 23 വരെയാണ്. കഴിഞ്ഞ വർഷത്തെയാണ്, അതിപ്പോൾ വന്നതേ ഉള്ളൂ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ആൾക്കാർ എത്ര പേരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഏകദേശം ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് റാങ്കുകാരന് കിട്ടിയ റിട്ടേൺ എക്സാം, SSB ടോട്ടൽ, ഓക്കെ. സെക്കൻഡ് റാങ്കുകാരന് കിട്ടിയതും കട്ട് ഓഫ് മാർക്കും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഏതുവരെ ആൾക്കാരെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതല്ലേ. ഏത് മാർക്ക് അല്ലെങ്കിൽ ഏത് റാങ്ക് വരെ അങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇതിനുള്ളിൽ കൂടെ കിട്ടാൻ പോകുന്നത്. മാക്സിമം കുട്ടികളോട് ഷെയർ ചെയ്തേക്കണം. ഒരാൾ പോലും ഒരു മടിയും വിചാരിക്കരുത്. ഓക്കെ, ഫസ്റ്റ് റാങ്കാണ് കിട്ടിയത് റിട്ടേൺ എക്സാമിന് 536 ആണ് 900. ഓക്കെ, റിട്ടേൺ എക്സാം നിങ്ങൾക്കറിയാം 300 + 600 ടോട്ടൽ 900 ഔട്ട് ഓഫ് 900 536 ആണ് ഫസ്റ്റ് റാങ്കാണ് കിട്ടിയത്. SSBക്ക് ആ കക്ഷിക്ക് തന്നെ കിട്ടിയത് 511. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് റാങ്കുകാരന് കിട്ടിയത്. അപ്പോൾ നിങ്ങളായിരിക്കും ഫസ്റ്റ് റാങ്കുകാരനാണ് ഇത് രണ്ടും കൂടുതൽ എന്ന് വിചാരിക്കരുത്. ഓക്കെ, സെക്കൻഡ് റാങ്കുകാരനാണ് റിട്ടേൺ എക്സാമിന് മാർക്ക് കൂടുതൽ കിട്ടിയത്. കണ്ടോ, അപ്പോൾ അതൊരു വലിയൊരു വ്യത്യാസമാണ്. സെക്കൻഡ് റാങ്കുകാരന് റിട്ടേൺ എക്സാമിന് കൂടിയെങ്കിലും ബട്ട് SSBക്ക് കുറഞ്ഞു പോയി. അതുകൊണ്ട് അവൻ്റെ ടോട്ടൽ മാർക്ക് 988 ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 988 എത്രല്ല ഈ 988 ഇതൊക്കെ 1800. ഓക്കെ, 1800 നമ്മളുടെ മാർക്ക് ടോട്ടൽ നോക്കുന്നത് കേട്ടോ. എങ്ങനെയൊക്കെ റിട്ടേൺ എക്സാമിനുള്ള ഇത് 900, ഇതും എത്ര 900. അപ്പോൾ രണ്ടുകൂടി ചേരുന്ന 1800 മാർക്കാണ് ഈ വരുന്നത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് റാങ്കുകാരന് നല്ലപോലെ റിട്ടേൺ എക്സാമിന് കിട്ടിയെങ്കിലും അവിടെ നമ്മുടെ SSB ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇത്തിരി സ്മാർട്ട്നെസ്സും സ്കില്ലും നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കുന്നതാണ്. ഫുൾ അല്ലാതെ ഒരു ഫിസിക്കൽ എന്നുള്ളത് മാത്രമല്ല എന്നുള്ള കാര്യം ഓർത്തോണം. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ IQ, ഓക്കെ, ഇൻ്റലിജൻസ് ക്വോഷ്യൻറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ മാറ്റുരയ്ക്കുക എന്ന് പറയും, മത്സരം. ഓക്കെ, അപ്പോൾ അതിന് എത്രയും കിട്ടി. അപ്പോൾ 988 ആണ് അവന് കിട്ടിയത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ മാർക്ക് കണ്ടോ, 292. ഈ 292 എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ NDA എക്സാമിന് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫാണ് എന്ന് പറയാൻ. 292 റിട്ടേൺ എക്സാമിന് കിട്ടിയവന് വരെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 699 പേരെയാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഏകദേശം 500 പേരെയൊക്കെ എടുക്കുള്ളായിരിക്കാം. പക്ഷേ 699 പേരെ വരെ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോവസ്റ്റ് കട്ട് ഓഫ് ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും ചെറുത് കേട്ടോ, 292. അവന് പക്ഷേ നമുക്ക് കിട്ടിയുണ്ടോ, SSBക്ക് ഉണ്ടോ 468. അപ്പോൾ രണ്ടുകൂടി ചേർന്ന് 700 ആയി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു. മനസ്സിലാകുന്നുണ്ടല്ലോ, റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചത് SSBക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ രണ്ട് എക്സാമിൽ ഒന്നിന് കുറഞ്ഞാലും മറ്റവരിൽ നിന്ന് കിട്ടിയാൽ ഓക്കെ ആകും എന്നുള്ളൊരു പുതിയ കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അത് ഇനി അപ്പം എല്ലാം കൂടി ഞാൻ എഴുതിയില്ല. ഇതിനിടയ്ക്ക് നോക്കിക്കേ, ലാസ്റ്റ് റാങ്കുകാരന് കിട്ടിയത് നമുക്ക് കിട്ടിയേക്കുന്നത് റിട്ടേൺ എക്സാമിന് 293 ആണ്. ബട്ട്
SSBക്ക് 363 ഉള്ളൂ, അതുകൊണ്ട് 656 ആണ് അവന് കിട്ടിയുള്ളൂ. അതാണ് ലാസ്റ്റ് റാങ്ക്. ഇനി ഹൈ SSB ഉണ്ട് 537 ആണ്. ലോ SSB 360 ആണ്. ഇവിടെ അതുപോലെ തന്നെ ഹൈ റിട്ടേൺ എക്സാമിന് കിട്ടുന്നത് 602 ആണ്. ഓക്കെ, ലോവസ്റ്റ് 292 ആണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണയായി. ആർക്കുമേ അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഇതേപോലെ നമ്മൾ എഴുതാൻ പോകുന്നു എന്നുള്ളത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. എഴുതാൻ പോകുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. എങ്ങനെ എഴുതണമെന്നോ, എന്തൊക്കെ പഠിക്കണമെന്നോ, എന്തുമാത്രം പഠിക്കണമെന്നോ, എത്ര കിട്ടിയാലാണിത് നമുക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്നോ ഒന്നുമേ അറിയില്ല. അങ്ങനെ പല കുട്ടികളും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. ഉടനെ നമ്മൾ മറ്റുള്ള കാര്യത്തിലോട്ടങ്ങ് ഏർപ്പെട്ട് നമുക്ക് വേണ്ട കാര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാറില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ഡേറ്റയാണ്. നിങ്ങൾക്ക് ഏകദേശം ഇതാണ് ലാസ്റ്റ് വന്നത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി അതിൻ്റെയൊക്കെ ഡേറ്റ പിന്നെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഉടനെ നമ്മൾ മാക്സിമം നിങ്ങളിലോട്ട് എത്തിച്ചിരിക്കും. എല്ലാ അപ്ഡേഷൻസും ഉടൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞു. ഏറ്റവും നല്ല രീതിയിൽ കൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തായിരിക്കും പോകുന്നതും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യുക. മുതിർന്നവർ കാണുന്നതാണെങ്കിൽ, പേരൻസ് ആണെങ്കിലും മാക്സിമം കുട്ടികളിലോട്ട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.